മലയാള ഗീത അധ്യായം 3 കർമ്മയോഗം. അർജുനൻ പറഞ്ഞു, നീ തന്നെയല്ലയോ കേശവ ചൊല്ലി ബുദ്ധിയോഗം തന്നെ ശ്രേഷ്ഠമെന്നുള്ളതും, പിന്നെ നീ എന്തിനീ ക്രൂരമാം യുദ്ധത്തിനായിട്ടു കൂട്ടുന്നതെന്നെ ജനാർദ്ദന. അർത്ഥമനേകമായുള്ളതാം വാക്യങ്ങളാൽ എന്റെ ബുദ്ധിയെ മോഹിപ്പിയായിക. നീ ഏതെന്നു ശ്രേയസിനായതെനിക്കെന്നു ചൊല്ലി തരേണമേ കൃഷ്ണ ഹരേ ജയ. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, പാപരഹിതനാം അർജുന, മോക്ഷത്തിനായി ചരിക്കേണ്ട മാർഗങ്ങൾ രണ്ടിടു. ഒന്നതു സാഖ്യമാം തത്വമെന്നുള്ളതും, ബുദ്ധിയോഗത്തിലെ ത്യാഗമോ മറ്റതും. നിയതമാം കർമ്മത്തെ ആചരിക്കായികയാൽ മുക്തമാകില്ലടോ കർമ്മഫലങ്ങളും. നിയതമാം കർമ്മത്തെ ആചരിക്കാതുള്ള സന്യാസയോഗവും നിഷ്ഫലമാണെടോ. കർമ്മങ്ങളൊന്നുമേ ചെയ്യാതെയുള്ളൊരു മനുഷ്യരില്ലെന്നു കേട്ടു ധരിക്കുക. പ്രകൃതി തൻ 3 ഗുണത്തിനാലുള്ളൊരു വാസനയാലെടോ കർമ്മങ്ങളാകെയും. പഞ്ചേന്ദ്രിയങ്ങളെ സംയമിപ്പിച്ചതിൻ ശേഷം മനസ്സിനാൽ ഇന്ദ്രിയാർത്ഥങ്ങളെ ഭോഗിച്ചിടുന്നതാം മനുഷ്യർക്കാണെടോ ചൊല്ലുന്നതുണ്ടു നാം കപട സന്യാസിമാർ. പഞ്ചേന്ദ്രിയങ്ങളെ സംയമിപ്പിച്ചതിൻ ശേഷം മനസ്സിനാൽ ഭക്തിയോഗത്തിനെ സാധിച്ചിടുന്നതാം പുരുഷൻ ഉത്തമനായിടും യോഗിയായി തീരുന്നതുണ്ടെടോ. നിഷ്ക്രിയനാകാതിരിക്കണം പാർത്ഥ, നീ വേണ്ടിടും വേലകൾ ചെയ്യന്റെ അർജുന. കർമ്മത്തെ ആചരിക്കാത്തതാം മർത്യന്റെ ദേഹം ക്ഷണത്താൽ ദ്രവിക്കുന്നതുണ്ടെടോ. ചെയ്യേണ്ട കർമ്മങ്ങളാണു നിൻ യജ്ഞങ്ങളെന്നു ധരിച്ചു നീ കർമ്മത്തെ പുൽകിലോ. കർമ്മത്താലുള്ളതാം ബന്ധങ്ങളറ്റു നീ പുൽകുന്നതുണ്ടെടോ വിഷ്ണുപാദാംബുജം. യജ്ഞങ്ങളായിടും കർമ്മത്തിനൊപ്പമീ ബ്രഹ്മാവു സൃഷ്ടിച്ചിടുന്നീ പ്രജകളെ. ആയതിൻ ശേഷം പ്രജാപതി ചൊല്ലി യജ്ഞാദികൾ ചെയ്തു നീ മോക്ഷത്തെ പുൽകുക. യജ്ഞാദി ഹോമങ്ങളായവയാലവർ ദേവാദിദേവകൾ സംപ്രീതരായിട്ടു പ്രീതിപ്പെടുത്തുന്നതുണ്ടവർ നിങ്ങളെ യോഗികളായിടും മർത്യരെയൊക്കവേ. സംപ്രീതരായിടും ദേവകളാൽ ഇന്നു ദാനമായി കൈവരും ധാന്യധനാദികൾ ആയവ ഏകനായി ഭോജിച്ചിടുന്നതം മർത്യനായിടുന്നു ചോരനായുള്ളവൻ. യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്ന മർത്യരോ മുക്തമായിടുന്നു പാപഫലങ്ങളിൽ. ഭഗവാനു നേദിച്ചിടാതെ ഭുജിക്കുന്ന മർത്യർ ഭുജിക്കുന്നതുണ്ടു പാപത്തിനെ. ധാന്യങ്ങൾ ഭക്ഷിച്ചു ജീവിച്ചിടുന്നു നാം, ധാന്യങ്ങളോ വൃഷ്ടിഹേതുവായിടുന്നു. വൃഷ്ടിക്കു ഹേതുവാണ് യജ്ഞങ്ങളാകെയും, യജ്ഞങ്ങളോ നിയത കർമ്മങ്ങളാണെടോ. നിയതമാം കർമ്മങ്ങൾ വേദത്തിലുണ്ടെടോ, വേദത്തിൻ മൂലം പരബ്രഹ്മമാണെടോ. ആകയാൽ യജ്ഞമാം കർമ്മത്തിലൂടെ നീ പ്രാപിച്ചിടുന്നു പരബ്രഹ്മമായതിൽ. ബ്രഹ്മമായിടുന്ന വേദത്തിലുള്ളതാം നിയത കർമ്മങ്ങളെ ആചരിക്കാതെ ഈ ഇന്ദ്രിയാർത്ഥങ്ങളിൽ വ്യാപരിച്ചിടുന്ന പാപമാം ജീവിതം നിഷ്ഫലമാണെടോ.
ആത്മാവിതായതിൽ സന്തുഷ്ടരാകുന്നൊരാത്മാരാമനായിടുന്ന മനുഷ്യർ ആയതാം യോഗികളാചരിക്കേണ്ടിടും കർമ്മങ്ങളൊന്നുമേ ഇല്ലെന്നറിക നീ. ആത്മസാക്ഷാത്കാരമെത്തിടും യോഗിക്കിതാശ്രയം വേണ്ടതില്ലൊന്നിലും ഇന്നിടോ. കർമ്മത്തെ ചെയ്യിലോ ചെയ്യാതിരിക്കിലോ നേടുവാനൊന്നുമേ ഇല്ലവനിന്നിടോ. ആയതുകൊണ്ടനാസക്തനായിട്ടു നീ സർവദാ കർമ്മത്തെ ആചരിച്ചിടുക. നിഷ്കാമനായിട്ടു കർമ്മത്തെ ആചരിച്ചിടുന്ന പുരുഷൻ മുക്തനാകുന്നിടോ.